നമ്മുടെ കേരളത്തിലെ മീഡിയ പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയെ തീപ്പൊരി നേതാവ്, തീപ്പന്തമായി രാഹുൽ ഗാന്ധി, ആർജവത്തോടെ രാഹുൽ ഗാന്ധി, ഉരുക്കു മനുഷ്യൻ രാഹുൽ ഗാന്ധി എന്നൊക്കെ PR ടീം നടത്തുന്നവർ PR വർക്ക് നടത്താറുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ആദ്യമായി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന തന്നെ വിവരക്കേടാണ് തെളിയിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വാർത്തകൾ. അഗ്നിവീർ പദ്ധതി പ്രകാരം സൈന്യത്തിൽ കയറുന്ന അഗ്നിവീർ മരണപ്പെട്ടു കഴിഞ്ഞാൽ കുടുംബത്തെ ഗവൺമെന്റ് തിരിഞ്ഞു നോക്കാറില്ല, സഹായങ്ങൾ ലഭിക്കാറില്ലെന്ന് പ്രതിപക്ഷ നേതാവെന്ന ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നത് നമ്മൾ കണ്ടതാണ്. 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ പ്രസംഗത്തെ തന്നെ അഗ്നിവീറിന്റെ കുടുംബം തള്ളിക്കളയുന്നതാണ് നമ്മൾ കണ്ടത്. അഗ്നിവീർ പദ്ധതി പ്രകാരം വീരമൃത്യു വരിച്ച ജവാന് 1 കോടി രൂപ ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചു എന്ന് കുടുംബം പറയുന്നു. പ്രോപ്പർ റിസർച്ച് നടത്താതെ ഇന്ന് പഴയ പോലെ രാഹുൽ ഗാന്ധി വെറും ഒരു MP അല്ല, ഇന്ന് പാർലമെന്റിന്റെ പ്രതിപക്ഷ നേതാവാണ്, ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാളാണ്. 2 ഡസനോളം സ്റ്റാഫ് ഉണ്ട്, ക്യാബിനറ്റ് പദവിയുണ്ട്. ഒരു ഫോൺ കോളിനപ്പുറം അറിയുന്ന, ഒന്ന് റിസർച്ച് ചെയ്താൽ അറിയാൻ പറ്റുന്ന വിവരങ്ങൾ അറിയാതെ പാർലമെന്റിൽ വന്ന് വീണ്ടും വിവരക്കേട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും നെപ്പോക്കിട്ട് എന്നുള്ള രീതിയിൽ ആർക്കും ലോഞ്ച് ചെയ്യാം ഒരാളെ. പക്ഷെ കഴിവും പ്രാപ്തിയില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിവരക്കേട് പാർലമെന്റിനുള്ളിൽ വിളിച്ചു പറയും. ജനിച്ച ദിവസം മുതൽ, നെഹ്റു ഫാമിലിയിൽ ജനിച്ചത് കൊണ്ട് മാത്രം ജനിച്ച ദിവസം മുതൽ പുള്ളിക്കാരൻ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലുള്ള ആ അമിതമായ ഭാരം തലയിൽ ചുമക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ആ ചുമക്കാനുള്ള ശേഷി ഈ മനുഷ്യനില്ല എന്ന് പലപ്പോഴും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ മീഡിയ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏകദേശം PR വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി. നമ്മൾ മോദിയെ വിമർശിക്കാറുണ്ട്, നമ്മൾ മോദിക്കെതിരെ സംസാരിക്കാറുണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ കഴിവുകൾ തുറന്നു കാട്ടുന്ന ആരും കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഏകപക്ഷമായിട്ട് രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ കഴിവും പ്രാപ്തിയുള്ള ഒരാൾ വന്നില്ലെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് വളരെ മോശമായ അവസ്ഥയിലേക്ക് രാജ്യം പോകും എന്നുള്ളതാണ് സത്യം. അപ്പം നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ശുഷ്കാന്തി നമ്മൾ രാഹുൽ ഗാന്ധിയുടെ പൊള്ളത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ആ ഫാമിലിയിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഇന്ത്യൻ പ്രധാനമന്ത്രി പദം കയ്യിലേക്ക് വെച്ചു കൊടുക്കണോ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. പലപ്പോഴും ഇരട്ടത്താപ്പ് കളിക്കുന്നതായിട്ട് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ പല സ്റ്റേറ്റ്മെന്റ്. പുള്ളിക്കാരന് ഈ പണി പറ്റുന്നതാണോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളിക്കാരന് ഈ ഫുഡ് കഴിക്കുന്ന വ്ളോഗ്സോ അല്ലെന്നുണ്ടെങ്കിൽ കടലിൽ ചാടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും അഡ്വഞ്ചർ ആയിട്ടുള്ള വ്ളോഗൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിലേക്ക് കൂടുതൽ സപ്പോർട്ട് ഒരു പക്ഷെ കിട്ടിയേക്കും. രാഹുൽ ഗാന്ധിക്ക് പറ്റുന്നില്ല, കഴിവും പ്രാപ്തിയില്ലാത്ത ഒരാളായിട്ട് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. നെഹ്റു ഫാമിലി ജനിച്ചതുകൊണ്ട് ആർക്കുമാകാവുന്ന ഒരു പദവിയിലേക്കാണ് പുള്ളിക്കാരൻ എത്തിയിരിക്കുന്നത്. ആർക്കുമാകാവുന്ന ഒരു പദവി. ആ ഫാമിലി ജനിച്ചാൽ ആരായാലും ഭാവി പ്രധാനമന്ത്രിയാണ്. പക്ഷെ പ്രധാനമന്ത്രിയാവുമോ എന്നുള്ളത് ഇനി കണ്ടറിയണം. ആരായാലും ഭാവി പ്രധാനമന്ത്രിയാണ്. അങ്ങനെ ഒരു ഭാവി പ്രധാനമന്ത്രിയായ ഒരു വ്യക്തിയാണ്. ഈ അഗ്നിവീർ പദ്ധതിയെ ഞാൻ എതിർക്കുന്ന ഒരാളാണ്. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു പദ്ധതിയാണ് മോദി ഗവൺമെന്റ് അഗ്നിവീർ പദ്ധതി. പക്ഷെ പ്രതിപക്ഷ നേതാവ് ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി കുറച്ചുകൂടെ റിസർച്ച് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ 24 മണിക്കൂറിനുള്ളിലാണ് ആ കുടുംബം പ്രതിപക്ഷ നേതാവിന്റെ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയുടെ ആദ്യത്തെ ഉത്തരവാദിത്തപരമായിട്ടുള്ള ഒരു പദവിയിൽ ഇരിക്കുന്നത്. ഇപ്പോഴാണ് പുള്ളിക്കാരനെ ആ പദവിയിൽ ആദ്യത്തെ സ്പീച്ച് തന്നെ തള്ളിക്കളയുന്നു. അഗ്നിവീർ പദ്ധതി പ്രകാരമുള്ള വീരമൃത്യു വരിച്ച ജവാന്റെ കുടുംബം. ഇനി രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ കട തുറക്കുമെന്നൊക്കെ പലയിടത്തും വന്ന് പറയാറുണ്ട്. പക്ഷെ എവിടൊക്കെയാണ് രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ കട തുറക്കുന്നത്? രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷമാണ് ബംഗാളിൽ ഒരു സ്ത്രീയെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് റോഡിലിട്ട് അടിക്കുന്ന കാണുന്നു. ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ ഒക്കെ ഭരണത്തിൽ ഈ സ്ത്രീകളെ അടിമക്കച്ചവടത്തിൽ കൊണ്ടു നിൽക്കുന്നത്, അവിടെ ചാട്ടവാർ കൊണ്ട് അടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഒരു സ്ത്രീയെ നാട്ടു റോഡിലിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് തല്ലുന്നത് നമ്മൾ കണ്ടതാണ്. അവിടുത്തെ ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ MLA അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് കണ്ടാണ്. മിണ്ടിയിട്ടില്ലല്ലോ രാഹുൽ ഗാന്ധി. എന്തുകൊണ്ടാണ് മിണ്ടാത്ത? രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള മമതാ ബാനർജി, ഇത്ര സ്നേഹത്തോടിരിക്കുന്ന മമതാ ബാനർജി പിണങ്ങിപ്പോവും. അവിടെ സ്ത്രീകൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി മിണ്ടാറില്ല. സ്നേഹത്തിന്റെ കട രാഹുൽ ഗാന്ധിക്ക് ബംഗാളിൽ തുറക്കണ്ട, കൊടുക്കട്ടടി എന്നുള്ള നിലപാടിൽ മിണ്ടാതിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുമ്പോൾ. സംസാരിക്കുമ്പോൾ, ഭരണഘടന ഉയർത്തി കാണിക്കുമ്പോൾ എല്ലായിടത്തും ഉയർത്തണ്ടേ, എല്ലായിടത്തും സംസാരിക്കണ്ടേ, എന്താ മിണ്ടാത്തെ? ഇനി രണ്ടാമത്തെ കാര്യം, നേരെ നമ്മുടെ തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടതാണ് വലിയൊരു വിഷമത്തെ ദുരന്തം. കുറേ മനുഷ്യർ മരിക്കുന്നു, 50-ന് മുകളിലുള്ള മനുഷ്യർ മരിക്കുന്നു, കുറേ ആൾക്കാരുടെ കണ്ണുകൾ നഷ്ടപ്പെടുന്നു. ആരാ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ? ഉദയനിധി സ്റ്റാലിൻ അല്ല, സ്റ്റാലിൻ അച്ഛനും മോനുമാണ് അവിടെ ഭരിക്കുന്നത്. മിണ്ടിയിട്ടില്ല രാഹുൽ ഗാന്ധി. എന്താ അവിടെ മരിച്ചവർക്ക് വേണ്ടി രാഹുൽ ഗാന്ധി സംസാരിക്കാത്ത? അവിടെ സ്നേഹത്തിന്റെ കട രാഹുൽ ഗാന്ധിക്ക് തുടങ്ങണ്ടേ? അപ്പം സെലക്ട് ചെയ്ത്
അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് രാഹുൽ ഗാന്ധി. അല്ലാതെ സ്നേഹത്തിന്റെ കട ഉറങ്ങും, ഇവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കും എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണ്. അല്ലെങ്കിൽ പറയണമായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് നടത്തിയ തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് വേണമായിരുന്നു. സ്റ്റാലിൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ സംഭവത്തെ അപലപിക്കാൻ പോലും രാഹുൽ ഗാന്ധിക്ക് പറ്റിയിട്ടില്ല. സ്റ്റാലിൻ ഗവൺമെന്റിനെതിരെ വിരൽ ചൂണ്ടി ഒന്ന് സംസാരിക്കാൻ പോലും, ഈ വിഷമത്തെ ദുരന്തം നടന്നത് ആ ഗവൺമെന്റ് കഴിവുകേടാണ്. തമിഴ്നാട് ഗവൺമെന്റിന്റെ എന്താ മിണ്ടാത്ത, അവിടെ നമ്മൾ സഖ്യത്തിലാണ്. അപ്പൊ സഖ്യം ഉള്ളിടത്ത് ഒന്നും രാഹുൽ ഗാന്ധിക്ക് സ്നേഹത്തിന്റെ കട ഉറക്കണ്ട. നെപ്പോ കിട്ട്, വെറും നെപ്പോ കിട്ടാണ് പുള്ളിക്കാരൻ. സ്റ്റേറ്റ്മെന്റ് പ്രോപ്പറായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പാർലമെന്റിൽ പറയാൻ പറ്റാത്ത, റിസർച്ച് ചെയ്യാൻ പറ്റാത്ത ഇത്രയും സ്റ്റാഫ് ഉണ്ടായിട്ട് പ്രോപ്പറായിട്ട് ഒരു ഫോൺ കോളിനപ്പുറം ഡേറ്റ കിട്ടുമ്പോൾ അതുപോലും പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് കെട്ടിയിറക്കി കൊണ്ടുവച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നതിനപ്പുറം ഒന്നും രാഹുൽ ഗാന്ധിയിൽ നിന്നും ഇന്ത്യക്കാരോ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ മീഡിയയൊക്കെ കഴിഞ്ഞ 10-14 വർഷമായിട്ട് രാഹുൽ ഗാന്ധിക്ക് PR വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ മീഡിയ എന്നൊക്കെ പറയുമ്പോൾ ഒന്നെങ്കിൽ ആയിരിക്കും എല്ലാവരും മീഡിയ ഈ അവതാരകർ CPM-കാരായിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായിരിക്കും. ഇവരിരുന്നിട്ട് രാഹുൽ ഗാന്ധി തീയാണ്, തീപ്പൊരിയാണ്, തീപ്പന്തമാണെന്നൊക്കെ തലക്കെട്ട് കൊടുക്കും. ചില ആൾക്കാർ ഭരണഘടനയൊക്കെ ഉയർത്തി വലിയ രീതിയിൽ പ്രസംഗം പറയുന്നല്ലാതെ രാഹുൽ ഗാന്ധി വിമർശിക്കുന്ന എത്ര പേരുണ്ട്? ഇവിടെ ആരും വിമർശിക്കാറില്ല. കഴിവും പ്രാപ്തിയും ഇല്ലാത്ത ഒരാൾ പ്രതിപക്ഷ നേതാവുമ്പോൾ അതും ജനാധിപത്യത്തിന് ഭീഷണിയാണ്. വെറൊരു നെപ്പോക്കിട്ടിനെ ഒരു ഫാമിലി ജനിച്ചു എന്നുള്ള പേരിൽ ഈ ഭാരം ചുമക്കാൻ പറ്റാത്ത, പ്രോപ്പറായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് സ്റ്റഡി ചെയ്ത് പറയാൻ പറ്റാത്ത ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ പാർലമെന്റിനുള്ളിൽ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് തന്നെയാണ് ദോഷം, ഈ രാജ്യത്ത് തന്നെയാണ് കുഴപ്പം. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു കാര്യം പറയാൻ നേരത്ത് രാഹുൽ ഗാന്ധി മതേതരത്വം കാത്തു സൂക്ഷിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ രാഹുൽ ഗാന്ധിയുടെ SP എന്ന് പറയുന്ന സഖ്യകക്ഷിയുണ്ട് അഖിലേഷ് യാദവിന്റെ. ഈ അഖിലേഷ് യാദവിന്റെ പാർട്ടിയുടെ നേതാക്കന്മാരാണ് വോട്ട് ജിഹാദിന് ആഹ്വാനം ചെയ്തത് ഉത്തർപ്രദേശിൽ. അതായത് മതപരമായി വോട്ട് ജിഹാദ് നടത്താൻ ആഹ്വാനം ചെയ്തത്. രാഹുൽ ഗാന്ധിയുടെ മുൻ വിദേശകാര്യമന്ത്രി ഒക്കെ ആ വേദിയിലുണ്ടായിരുന്നു. മരുമോളും ഒക്കെയാണ് പറഞ്ഞത്, സൽമാൻ ഖുർഷിദും ഒക്കെ ആ വേദിയിലുണ്ടായിരുന്നു. തള്ളി പറഞ്ഞിട്ടില്ലല്ലോ വോട്ട് ജിഹാദിന് രാഹുൽ ഗാന്ധി. എന്തുകൊണ്ടാണ് പറയാത്തെ? അപ്പൊ മതേതരത്വം കാത്തു സൂക്ഷിക്കാനൊന്നും അല്ല രാഹുൽ ഗാന്ധി ഈ കിടന്ന് സംസാരിക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അധികാരമാണ്, അധികാരത്തിന് വേണ്ടി തന്നെയാണ് രാഹുൽ ഗാന്ധി കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രോപ്പറായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പ്രോപ്പറായിട്ട് പറയാൻ പറ്റാത്ത ഒരു നെപ്പോക്കിട്ട് വെറുതെ കിടന്ന് ബഹളം വെക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ വലിയ വ്യൂ ഒന്നും വരാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ആരെങ്കിലുമൊക്കെ പറയണ്ടേ ഈ നെപ്പോക്കിട്ടിന് കഴിവില്ലെന്ന്. ഒരു ഫാമിലി ജനിച്ചതുകൊണ്ട് ഇതിനെയൊക്കെ പിടിച്ച് നമ്മുടെ തോളത്ത് വെക്കുന്ന ഒരവസ്ഥ. ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് പോലും പറയാൻ അറിയാത്തവരല്ലേ ഇന്ന് കഴിഞ്ഞാൽ എന്താകും അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക. കോൺഗ്രസ് തന്നെ പുതിയൊരാൾ വരട്ടെ, കഴിവും പ്രാപ്തിയുള്ള ഒരാൾ വരട്ടെ, അപ്പം നമുക്ക് ആലോചിക്കാം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ. അതുവരെ രാഹുൽ ഗാന്ധിയെ പോലും നെപ്പോക്കിട്ടിനെ ഒന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്യുക. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ വ്യൂ കുറവാണ്, സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എന്നെല്ലാം എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ കാണുന്നവർ ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ ഒരു 5 വരെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കുക. താങ്ക് യു.